നിറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ തിരഞ്ഞെടുത്തെന്ന് വായിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ വിവിധ രൂപതകളിലെയും വിവിധ കോൺഗ്രിഗേഷനുകളിലെയും ദൈവവിളി ധ്യാനങ്ങൾ നടക്കുന്ന സമയമാണ്. നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഇടയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, എന്ത് കണ്ടിട്ടാണ് ഈശോ ഒരാളെ ദൈവവിളി നൽകി അനുഗ്രഹിക്കുന്നത്, പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്. ഈ സുവിശേഷത്തിൽ പറയുകയാണ്, പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഒരാളുടെ എന്തെങ്കിലും യോഗ്യതകൾ കണ്ടിട്ടല്ല, ഒരാളുടെ എന്തെങ്കിലും മികവ് കണ്ടിട്ടല്ല, പഠന മികവോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലുള്ള കഴിവോ കണ്ടിട്ടല്ല ഈശോ വിളിക്കുന്നത്. ചുമ്മാ ഈശോ പറയുകയാണ്, തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ സെലക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഈശോയുടെ നാമം ലോകാതിർത്തി വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഈശോ ഇഷ്ടമുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇഷ്ടമുള്ളവരെ ഒരു സമൂഹത്തിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ഒരു ദൈവവിളി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഇഷ്ടമായി എന്നാണ് അർത്ഥം. നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു ദൈവവിളി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇടവകയ്ക്ക് കിട്ടുന്ന വലിയൊരു ബഹുമതിയാണ്. നമ്മുടെ ഒരു കുഞ്ഞൊരു കുടുംബ യൂണിറ്റിൽ നിന്നും ഒരു ദൈവവിളി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ യൂണിറ്റിന് ദൈവം നൽകുന്ന ഒരു ബഹുമതിയാണ്. കാരണം അതാണ്, ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിക്കും. നമ്മുടെ ഇടയിൽ നിന്നും ഒരു പക്ഷെ നമ്മുടെ തറവാട്ടിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കുടുംബ യൂണിറ്റിൽ നിന്നാകാം, നമ്മുടെ ഇടവകയിൽ നിന്നാകാം, ധാരാളം പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ ഉണ്ടാകാനാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവവിളികൾ സ്വീകരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി